ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലത്തെ കുറച്ച് ഫണ്ണി വീഡിയോസ് കണ്ടു നോക്കാം. അപ്പോൾ അത് അത്യാവശ്യം കുറച്ച് എൻ്റർടൈൻമെൻറ്റിനുള്ള വീഡിയോസാണ്. നമുക്ക് ഓരോന്നായിട്ട് കാണാം. സാമ്പാറാണല്ലോ ഉണ്ടാക്കുന്നത്. സാമ്പാർ പൊടി ഒക്കെ அப்புறம் சிக்கன் சில்லி பவுடர் സാമ്പാറാണോ ചിക്കൻ കറിയാണോ? அப்புறம் இது மிளகா பவுடர், அதாவது ஹிந்தி காலியே மிளகா பவுடர், ஹிந்தி மிளகா பொடி. ஓகே, இங்க நம்ம கல்கத்தால மிளகா பொடி. அப்புறம் சாம்பாருக்கு சிக்கன் மசாலா, சிக்கன் மசாலா வேண்டும். அப்புறம் இது புளிக்குழம்பு பொடின்னு சொல்லுவாங்க, ஒரு சிலர் குழம்பு பொடின்பாங்க. எல்லா பொடியும் மிக்ஸ் ஆயிருக்கும். லேசா பரபரண்டு அப்புறம் முட்டை மசாலா சாம்பார்னு இത്രയും பொடி. அப்புறம் என்ன பொடி இருக்கு? நம்ம தமிழ்நாட்டில் வாங்கின, இது தமிழ்நாட்டில் வாங்கினது. அப்பா, இது புளியோதரை பொடி, அது போட்டக்கூடாது. இது இஞ்சி பூண்டு பேஸ்ட், சாம்பாருக்கு இஞ்சி பூண்டு பேஸ்ட் போட்டக்கூடாது. ரசப்பொடி, ரசத்திൻ്റെ പൊടിയൊക്കെ. அப்புறம் மல்லிப்பொடி லேசா. ആരും ഇങ്ങനെ ചെയ്ത് നോക്കരുത്, വയറിന് പണി കിട്ടുന്ന വഴി അറിയില്ല. இது மஞ்சப்பொடி லேசா. அவ்வளோதான், எல்லா பொடியும் போட்டாச்சு. ആ ബോക്സിലുണ്ടായിരുന്ന എല്ലാ പൊടിയും കഴിഞ്ഞു. ഇപ്പൊ എന്താ ഒരു അവസ്ഥ നോക്കി. எப்படியே മൊത്തം കടന്ന് നടക്കണം. കഴിക്കുമോ എന്തോ. இவ்வளோதான் சாம்பார். സാമ്പാർ റെഡി. கடைசி நம்ம என்ன பண்ணோம்? உப்பு போடணும். உப்பு போட மறந்துக்கூடாது சாம்பாருக்கு. ഉപ്പിടാൻ മറന്നുപോയി. உப்பு போட்டுக்கோ, தேவையான அளவு. இவ்வளோ போதுமா? போதும். இன்னும் கொஞ்சம் போட்டுக்கோ. அப்புறம் பத்தலாம் என்ன பண்றது? ഗായ്സ്, ഒരു സാമ്പാർ ഉണ്ടാക്കാനാണ് ഇത്രയും പൊടി കൂട്ടിയത്. ഇതാരും ട്രൈ ചെയ്ത് നോക്കരുത്. പിന്നെ ഒരു ദിവസത്തേക്ക് ബാത്റൂമിൽ നിന്ന് എണീക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. വണ്ണസിന്റെ കോപ്പി അല്ലേ ഇത്? കുറേ കോപ്പി ഇറങ്ങിയിട്ട് ഞാൻ തന്നെ കുറേ വട്ടം കണ്ടിട്ടുണ്ട് റോഡിൽ. കേരളത്തിലെ പല ബസ്സിൻ്റെയും കോപ്പി തമിഴ്നാട്, കർണാടക മെയിൻ ഇവർ രണ്ടാളും ചെയ്യണത്. ഇതാ വണ്ണസ് നമ്മുടെ എത്തി. നോട്ട് കോപ്പിഡ്, ജസ്റ്റ് ഇൻസ്പയർഡ്. നമ്മുടെ ഡിസൈൻസ് ഒക്കെ കണ്ട് ഇൻസ്പയർ ആയിട്ട് അവർ ചെയ്തതായിരിക്കും. ഇപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. നമ്മൾക്ക് ഇവിടെ ഒരെണ്ണം കിട്ടാൻ വഴിയില്ല, അങ്ങനെ രണ്ടെണ്ണം കൂടെ നടക്കണം. ഈ ആ മലയാളം കേട്ടോ, കോഴിക്കോട് എവിടെയോ വീട്. രണ്ടാളിനെയും കാറിൽ കയറ്റിയിട്ടുണ്ട് പോയി. നമുക്ക് അടുത്ത വീഡിയോ കേട്ടോ. ഇതൊക്കെ നമ്മളെ കൊണ്ട് കണ്ടിരിക്കാൻ പറ്റില്ല. മരണത്തിന്റെ നിമിഷത്തിൽ പോലും കെട്ടിയ പെണ്ണിനെ പിറക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ചായിരുന്നില്ല അവന്റെ ചിന്ത. അവൻ എന്താ പറഞ്ഞെന്നറിയോ? ന്യൂ ഡേയ്സ് ഇൻസ്റ്റാ ഫീഡ്. ആഫ്രിക്കക്കാരുടെ കറുത്ത മുട്ട കഴിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഇൻസ്റ്റ തുറന്ന ഇതാണ് കേട്ടോ. ആഫ്രിക്കക്കാരൻ്റെ കറുത്ത മുട്ട, ബ്രിട്ടീഷുകാരുടെ വെളുത്ത മുട്ട, പാകിസ്ഥാൻകാരുടെ പച്ച മുട്ട. ഇതല്ലാണ്ട് വേറെ ഒന്നും ഇൻസ്റ്റയിൽ വരണമില്ല. നമുക്ക് അടുത്ത വീഡിയോ കാണാം എന്തായാലും. പക്ഷെ എനിക്ക് സിനിമയത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട സീനായിരുന്നു കേട്ടോ അത്. അമ്മച്ച് സീന് നല്ല പറ്റി. നമുക്ക് നല്ല അടുത്ത വീഡിയോ കാണാം. വിരാട് കോഹ്ലി. ഹലോ ഗൈസ്, വിരാട് കോഹ്ലി, MS ധോണി. ഡ്യൂപ്പുകളാണ് കേട്ടോ. അൺഎക്സ്പെക്റ്റഡ്. भाईचारा यार, भाईचारा. भाई लेजेंड यार MS. അപ്പം നിങ്ങൾ ഇതുപോലെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്കെന്തായാലും അടുത്ത വീഡിയോ കാണാം.
വലിഞ്ഞു കയറി വന്നേക്കുന്നിട്ട് എൻ്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ ഈ ഓഡിയോക്ക് പറ്റിയ വീഡിയോ ഇപ്പോഴാണ് കാണുന്നത്. തൂറി എറിയുന്നില്ല. തൂറിയേറി. നമുക്കതിൽ അടുത്ത വീഡിയോ കണ്ടു നോക്കാം. ഗൈസ് ഇതൊരു ബസ്സാണ്, സ്ലീപ്പറാണ്. എന്താ ഈ കോമഡി? കുണ്ടാനാ ഗൈസ്, ഈ മലയാളിക്ക് വേറെ പേരൊന്നും ഇടാൻ കിട്ടിയില്ല. മലയാളികളാരും ഇതിൽ കയറില്ല. എന്തായാലും പറയാൻ പറ്റില്ല. ഇത് തമിഴ്നാട് കർണാടകത്തെ അവിടുത്തെ ബസ്സാണ്. അവിടെ അത് നല്ല വേർഡായിരിക്കും. നമുക്കത് അടുത്ത വീഡിയോ കണ്ട് നോക്കാം. In the past, they would place a pin in the candle at the desired height. Then, they would മെഴുകുതിരി go to sleep, hoping it would serve as an alarm clock. The candle would slowly melt during the night, and in the morning, the pin would come loose, falling onto the iron tray. വലാറം. This would then make the person wake up without സൂചി needing an വീഴുന്ന alarm. സൗണ്ടായിട്ട് ആളെ എണീക്കും. സത്യം കേട്ടോ, ഞാൻ 10 അലാറം വെച്ചാൽ എണീക്കത്തില്ല. പണ്ട് കാലത്ത് ഒരു സൂചി വീഴുന്ന സൗണ്ട് കേട്ടിട്ട് എണീക്കുന്ന ആൾക്കാർ. ഇപ്പം എന്നാലും അടുത്ത വീഡിയോ കണ്ടു നോക്കാം. സ്പൈഡർമാൻ വഴിതെറ്റി തമിഴ്നാട്ടിലെത്തിയപ്പോൾ സ്പൈഡർമാനെ താഴെ ഇറങ്ങാൻ പറയുന്നത്. എവിടെ നിന്ന് അടിച്ചാണ് ഇതൊക്കെ? വല്ലാത്തൊരു ജാതി കോമഡി ആയി. നമുക്കെന്തായാലും അടുത്ത വീഡിയോ കാണാം. ഗൈസ് ഒരു കാർ പറന്നിട്ട് പോകുന്നുണ്ട്. ഈ ബോണറ്റ് ഉണ്ട് ഗൈസ്, എഞ്ചിനില്ല അതിന്. പിന്നെ അതെങ്ങനെ ഓടണേ? ഇത് നല്ല സ്പീഡിൽ പോകുന്നുണ്ട് വണ്ടി. നമുക്കെന്തായാലും അടുത്ത വീഡിയോ ഉണ്ട് നോക്കാം. അത് അവര് ഇറക്കത്തിലായിരിക്കും പോകുന്നുണ്ടാവുക. ഗൈസ് ഒരു പട്ടി പേടിച്ചോടുകയാണ്. ഇത് ട്രെൻഡിങ്ങിലായി നിൽക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സാധനം കാറിൽ പേടിച്ചു, അതുപോലും പ്രതീക്ഷിച്ചില്ല. പേടിച്ചു ശരിക്കും. ഗൈസ് അപ്പം നമ്മളെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനിയും കുറച്ച് ഫണ്ണി വീഡിയോസ് കിട്ടി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയും ബൈ.